ബൈക്ക് റേസിംഗ് ട്രാക്കുകളെ തീപിടിപ്പിക്കുന്ന ഒരു മലപ്പുറത്തുകാരൻ, 21 വയസ്സുള്ള മുഹസിൻ. കഴിഞ്ഞ ആഴ്ച ദുബൈയിൽ നടന്ന മത്സരത്തിലും 1ാം സ്ഥാനത്തേക്കാണ് മുഹസിൻ ബൈക്ക് ഓടിച്ച് കയറിയത്. ലോകത്തിലെ വിവിധ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മുഹസിനെ കാണാം. ഈ റേസിംഗ് ട്രാക്കിൽ അതിവേഗത്തിൽ ഇങ്ങനെ മിന്നൽ പോലെ ചീറിപ്പായുന്ന ബൈക്കുകളുണ്ട്. ആ ബൈക്കുകളിൽ കുതിച്ചു പായുന്ന ഒരു മലപ്പുറത്തുകാരനുണ്ട്. ആളിപ്പോൾ യുഎയിലുണ്ട്, മുഹസിൻ. എന്താണ്, ഏത് റേസിനാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ള DSBK നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും. അതായത് ദുബായ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പാണത്. സോ അതിലിപ്പോൾ കഴിഞ്ഞ റൗണ്ട് നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ റൗണ്ട് ഓടിക്കാനാണ് വന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ തന്നെയാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അങ്ങനെ ഈ മലപ്പുറത്തൊരു ആദവനാടല്ലേ അല്ല, അവിടുന്ന് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കാനായി. എങ്ങനെയാണ് ഈ റേസിങ്ങിലേക്കുള്ള ഒരു വരവ്? എങ്ങനെയാണ്? ഞാൻ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് 17 വയസ്സുണ്ടാകുമ്പോഴാണ്. അതായത് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഞാൻ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞ് ഞാൻ ഹോണ്ടയുടെ ഒരു പ്രോഗ്രാം റൈഡേഴ്സിന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്രൊഫഷണൽ റേസേഴ്സ് ആക്കുക, അങ്ങനെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിൽ നമുക്ക് സെലക്ഷൻ കിട്ടി. ആൻഡ് പിന്നീട് അങ്ങോട്ട് ഞാൻ ഹോണ്ടയുടെ ഫാക്ടറി റൈഡറായിട്ട് റൈഡ് ചെയ്യാണ്ടിരുന്നത്. കോയമ്പത്തൂരിലാണ് ആദ്യമായിട്ട് റേസിംഗിന് പോകുന്നത്. അന്ന് ഫാമിലി വലിയ സപ്പോർട്ടൊന്നും ചെയ്തില്ല, പിന്നെ സുഹൃത്തുക്കൾ പണം തന്നിട്ടാണ്. എന്താണ് ഒരു കഥ? എന്താണ്? അതായത് ഫസ്റ്റിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ പറയാൻ വയ്യ, കാരണം നമ്മൾ ഓൾറെഡി അണ്ടർ ഏജ് ആണ്. പിന്നെ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് തരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. സോ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോയി നോക്കാം, നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ ഫസ്റ്റിൽ ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിൽ നമുക്ക് സെലക്ഷൻ കിട്ടി. പിന്നീട് അവർ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് വിളിച്ചു. അങ്ങനെ പിന്നീടാണ് കാഞ്ചീപുരത്ത് നമ്മൾ ഇതിൻ്റെ സെലക്ഷന് വേണ്ടി സെക്കൻഡ് സ്റ്റേജ് സെലക്ഷന് വേണ്ടി പോകുന്നത്. ഒരു വൈൽഡസ്റ്റ് ഡ്രീമാണ്. കാരണം നമ്മൾ TV-യിൽ കാണുന്ന ട്രാക്കിലൊക്കെ ഇത് അവിടെ ഓടിക്കാൻ നമ്മളൊരു വൈൽഡ് ഡ്രീം. ഈ ഡ്രീം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ TV-യിൽ ചെറിയ ചെറിയ ചാനൽസ്, ESPN അങ്ങനത്തെ കുറച്ച് ചാനൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്കൂൾ വിട്ട് വരുന്ന 3:30-3:45 ഒരു റേസ് നടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് മുന്നേ പോയിട്ട് അവനൊരു ബൈക്ക് ഞാനൊരു ബൈക്ക് എന്നുള്ള രീതിക്ക് അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ മൈൻഡിലൊരു ആ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഗൂഗിൾ, ഫേസ്ബുക്ക് ഒക്കെ സെർച്ച് ചെയ്താണ് ഈ ഹോണ്ടയുടെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത് അറിയുന്നത്. അങ്ങനെ അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അൽഹംദുലില്ലാ അതിൽ സെലക്ഷൻ കിട്ടി. ഫസ്റ്റ് റേസിന് പോയി. അങ്ങനെ ഞാൻ അന്ന് നമ്മൾ ഈ റേസിന് മുന്നേ ക്വാളിഫൈങ് വെക്കും നമുക്ക് ഗ്രിഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്വാളിഫൈയിൽ ഞാൻ 8th ക്വാളിഫൈഡ് ആയി 18 റൈഡേഴ്സിൽ. ആൻഡ് ഞാൻ ഗ്രിഡിൽ പോയി നിന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ ലീക്കായി പോയി. അങ്ങനെ അവരെന്നെ പിറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ട് ചെയ്ത് ഈ 18 റൈഡേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു കോർണർ കവർ ചെയ്ത് പോയിട്ട് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ഒരു റൗണ്ട് മിസ്സായി. പക്ഷെ ഞാൻ അതിൽ അവിടുന്ന് പിറ്റ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഫസ്റ്റ് റേസ്. അങ്ങനെ 6th കംപ്ലീറ്റ് ചെയ്തു ആ റേസ്. സോ അന്നാണ് നമ്മൾ ഹോണ്ട ഇന്ത്യയിൽ NSF എന്ന് പറഞ്ഞൊരു Moto3 സ്പെക് ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ ഫസ്റ്റ് 7th വരെ കംപ്ലീറ്റ് ചെയ്ത റൈഡേഴ്സിനെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ ഞാൻ 6th വന്നു. സോ അങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഞാനൊരു 250-ലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ ആ 150cc ആകെ ഒരു റേസ് എൻ്റെ ലൈഫിൽ ഓടിച്ചിട്ടുള്ളൂ. പിന്നീട് ഞാൻ 250cc-ലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 250-ൽ 2021 സെക്കൻഡ് റണ്ണർ-അപ്പ് ചാമ്പ്യനായി. അല്ല, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എവിടെ പോയിട്ട് ഒന്ന് വീണ് കയ്യൊക്കെ ഒടിഞ്ഞിട്ടില്ലേ? നൈസിൽ. അതായത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ വീട്ടിൽ നമ്മളെ ഫാമിലിയിൽ പറഞ്ഞു. അപ്പോൾ ഉപ്പ കുറച്ചൊരു വണ്ടി ക്രേസ് ഉള്ളതായതുകൊണ്ട് ആൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു 50-50 മൈൻഡഡ് ആയിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ 2021 റേസിന് പോയ സമയത്ത് ഒരു ക്രാഷ് വന്നിട്ട് എൻ്റെ കൈ ഒടിഞ്ഞിട്ട് അന്നാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഞാൻ ഇവിടുന്ന് ജനറലി കയറിയിട്ടാണ് പോകുന്നത്. നമുക്ക് ഫണ്ടിങ് അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ ജനറലി കയറി പോകും, ജനറലി കയറി വരും. അങ്ങനെ കൈ മുറിഞ്ഞു. പക്ഷെ എനിക്ക് നാട്ടിലോട്ട് വരണം, ടിക്കറ്റ് ഇല്ല. അങ്ങനെ ഞാൻ ജനറൽ മുറിഞ്ഞത്. അത് നിങ്ങൾ ഏകദേശം എത്ര സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നു? ഞാനൊരു 140-ലാണ് ആ ക്രാഷ് സംഭവിച്ചത്. വീട്ടിലറിഞ്ഞ സീനായി? വീട്ടിലറിഞ്ഞ അതാ ഞാൻ കൈ മുറിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഇവർ ഇത്ര ഇൻറ്റൻസ് ആയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അതുവരെ അവർ വിചാരിച്ച് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിതിൽ ഇത്ര ഇതാണെന്നുള്ള അവർ അപ്പോഴറിയുന്നത്. ഈ വീഡിയോ ഒക്കെ ഉമ്മൊക്കെ കണ്ടോ?
ഉമ്മ പണ്ട് തന്നെ എന്റെ റേസ് കാണത്തില്ല. ഉമ്മ റേസ് കഴിഞ്ഞിട്ടുള്ള ഇല്ല എപ്പോഴും കാണില്ല. ഉമ്മ റേസ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ കാണുള്ളൂ, റേസ് കാണൂല. പിന്നെ അത് കഴിഞ്ഞ് 2023 കോയമ്പത്തൂർ വെച്ചിട്ടാണ് ഓപ്പണിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫാമിലി മൊത്തം ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ശനിയാഴ്ചക്കത്തെ റേസ് ഞാൻ ഫസ്റ്റ് അടിച്ചു. 2 റേസ് വരും ഒരു വീക്കെൻഡിൽ. ഞായറാഴ്ചക്കത്തെ റേസിന് എൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടിന് എനിക്കൊരു ടീം ഉണ്ട് എന്ന് പറയാനൊരു ടീം വന്നു. നമ്മുടെ സ്വന്തം നമ്മളെ ആൾക്കാർ വന്നു. അപ്പോൾ ഞാനാണ് അന്ന് ഫസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വാളിഫൈഡും ഞാൻ ഫസ്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കോർണറിൽ നമ്മളെ ബാക്കിലുള്ള ഒരു റൈഡറെ ഓയിൽ സ്പില്ലായിട്ട് അതിൽ സ്ലിപ്പായിട്ട് പിന്നെ വീണു. ഫസ്റ്റ് റേസ് അവർ വന്നു വീണു. അങ്ങനെ എൻ്റെ കൈ അന്നും ബ്രോക്കായി. പിന്നെ ഞാൻ അന്ന് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 മിസ്സായി. പിന്നെ റൗണ്ട് 4, റൗണ്ട് 5 ഞാൻ 4 റേസ് ഞാൻ ഫസ്റ്റ് അടിച്ചു. അങ്ങനെ ആ വർഷം ഞാൻ സെക്കൻഡ് റണ്ണർ ചാമ്പ്യനായി. ഇത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. പിന്നെ അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം 2024 നമ്മൾ ചാമ്പ്യൻ, നാഷണൽ ചാമ്പ്യനാണ് നിലവിൽ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നിങ്ങളുടെ ഒരു ലോകത്തുള്ള ഒരു സഞ്ചാരം ആരംഭിക്കുന്നത്. ഞാൻ അന്ന് നമ്മുടെ കൈ മുറിഞ്ഞതിന് ശേഷമുള്ള ആ പെർഫോമൻസ് കണ്ടിട്ട് നമ്മളെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി. കാരണം നമ്മൾ ബാക്ക് ഓഫ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഏഷ്യയിൽ ഓടിക്കാനുള്ള ഒരു ചാൻസ് വന്നു. ആദ്യം മലയാളിയാണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആകെ 2 ഇന്ത്യൻസേ അത് ചെയ്യുന്നുള്ളൂ. ഒരാൾ ചെന്നൈയിലുള്ളതും പിന്നെ ഞാനുമാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് 6 ഏഷ്യൻ കൺട്രീസിൽ നമ്മൾ പോയി റെപ്രസെന്റ് ചെയ്ത് റേസ് ചെയ്തു. അതിൽ 4 മൊത്തം നമ്മൾ 12 പോയിന്റുകൾ നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് 250cc കാറ്റഗറിയിൽ. ഒരു ഇതിൻ്റെ സ്റ്റൈല് ഡിഫറെൻ്റ് ആയതുകൊണ്ട് എനിക്ക് 250cc അത്ര ഒരു അതിൽ എനിക്കൊന്നും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ഇവിടെ ദുബായിൽ റേസ് നടക്കുന്നുണ്ട്. കാരണം 600cc പുതിയ റേസ് ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അതേപോലെ നമുക്കൊരു കണക്ഷൻ തരാൻ അല്ലെങ്കിൽ ഇതൊന്ന് ഗൈഡ് തരാൻ ഒരാളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ ഉള്ള ഒരു റേസറായിട്ട് ബന്ധപ്പെട്ടു. മൂപ്പര് പറഞ്ഞു നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു സ്പോൺസറെ റെഡിയാക്കി. നമ്മുടെ നാട്ടിലുള്ള ആളാണ്. മൂപ്പര് വീട്ടിലൊക്കെ പോയി മൂപ്പര് പറഞ്ഞു ഏകദേശം നമുക്കൊരു അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് വരുന്നുണ്ട് ഇവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂപ്പരെ പോയി കണ്ടു. മൂപ്പര് അതിന് നമ്മളോട് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ബഷീർ ഖാനും ഷാ ഖാനും പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ UAE ഇങ്ങനെ വരാനുള്ള ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ സ്പോൺസർ ബാക്ക് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ചെറിയൊരു ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി അല്ലേ? അതായത് നമ്മൾ റേസ് നമുക്ക് ഫ്രൈഡേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പോൺസർ ബാക്ക് ഔട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച മോർണിംഗ് മൂപ്പര് നമുക്ക് SMS അയച്ചിട്ട് നമ്മളോട് പറഞ്ഞു നമുക്കിത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആരെയും നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആകെ ഉള്ളത് ഒരു 24 hours ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്പോൺസർ അറേഞ്ച് ചെയ്ത്, അത് ഇത്രയും വലിയൊരു എമൗണ്ടിന് നമ്മളൊരു സ്പോൺസർ അറേഞ്ച് ചെയ്ത് നമ്മളിത് റേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ച സമയത്ത് പ്രീമിയർ എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്, പ്രീമിയർ ഓട്ടോ പാർട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓണർ ഷാനുക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. മൂപ്പര് ഭയങ്കര ഫ്രാങ്ക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ മൂപ്പര് നമ്മൾ ചെന്ന സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് മൂപ്പര് പറഞ്ഞു പേടിക്കണ്ട നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ തന്ന നമ്മളെ നമുക്കൊരു ബേസ് ഉണ്ടാക്കി തന്നിട്ടുള്ള ആള് ഈ ഷാനുക്ക. ആദ്യമായിട്ട് കോയമ്പത്തൂരേക്ക് പോകുന്ന സമയത്ത് ഈ സുഹൃത്തുക്കളുടെ രൂപത്തിൽ സഹായം കിട്ടി. ഇതേപോലെ UAE വരുന്ന സമയത്തും വേറൊരു രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അത് ഈ സുഹൃത്തുക്കൾ വഴി തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കണക്ഷൻസും കിട്ടുന്നത്. പക്ഷെ മൂപ്പര് നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്. കാരണം മൂപ്പർക്ക് ഈ സ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ സ്റ്റിൽ മൂപ്പര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. പിന്നെ അതാണ് ആ ഒരു ഹെൽപ്പ് നമ്മൾ മൈൻഡിൽ അങ്ങനെ വെച്ചിട്ട് അത് മൂപ്പർക്ക് നമുക്ക് അതിന് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്തതിന് ഒരു റിട്ടേൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിക്ക് ഞാൻ ആ റേസിൽ ഫസ്റ്റ് എടുത്തു കൊടുത്തു മൂപ്പർക്ക്. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് അടുത്തതിപ്പോൾ നിലവിൽ നമുക്ക് ഏപ്രിലിൽ ഇവിടെ ഒരു റേസ് വരുന്നുണ്ട്, EDSBKൻ്റെ ലാസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിലും കൂടെ നമുക്ക് 2 ഫസ്റ്റ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ദുബായ് ചാമ്പ്യനാണ്, നാഷണൽ ചാമ്പ്യനാണ് ദുബായ്. സോ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ ഹോണ്ടയുടെ കൂടെ ഫസ്റ്റ് റൗണ്ട് തായ്ലാൻഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. പക്ഷെ ഞാൻ നിലവിൽ ദുബായ് ബേസ് ചെയ്തിട്ട് 600cc മൊത്തമായിട്ട് മാറാനുള്ളൊരു പ്ലാനിലാണ്. ഏതായാലും അപ്പോൾ വരുന്ന ചാമ്പ്യൻഷിപ്പിലൊക്കെ ഗംഭീരമായിട്ട് കപ്പടിക്കാനാവട്ടെ, വിജയിക്കാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.